എന്താണ് സോഷ്യൽ കൺസ്ട്രൈൻസ്? അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് ഫ്രീഡത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോഴും നമുക്ക് ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു സ്മൂത്തായിട്ടുള്ള മുമ്പോട്ട് പോക്കിന് നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഇപ്പോൾ നമുക്ക് ട്രാഫിക് റൂൾസ് ഉണ്ട്. വിതൗട്ട് ട്രാഫിക് റൂൾസ് എങ്ങനെയായിരിക്കും റോഡിൽ വാഹനങ്ങളൊക്കെ പോകുന്നത്? ഒബ്വിയസ്ലി അവിടെ കുറേ അധികം പ്രോബ്ലംസ് ഉണ്ടാവും, കോൺഫ്ലിക്റ്റിനുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട് അല്ലേ? ഇതുപോലെ തന്നെ സൊസൈറ്റിയിലെ പല കാര്യങ്ങൾക്കും നിയന്ത്രണങ്ങളില്ലെങ്കിൽ ഓരോ ആളുകളും അല്ലെങ്കിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന പോലെ എന്ത് ചെയ്യും? ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളുകൾ വീക്ക് ആയിട്ടുള്ള ആളുകളെ ഡോമിനേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ കോൺസ്ട്രെയിൻസ് ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അറ്റ് ദ സെയിം ടൈം ഫ്രീഡം എൻജോയ് ചെയ്യണമെങ്കിൽ എല്ലാ രീതിയിലുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കൺട്രോൾ വരുന്ന സമയത്ത് ഫ്രീഡം എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സെർട്ടൈൻ പ്ലേസസിൽ എന്ത് ചെയ്യാറുണ്ട്? കോൺസ്ട്രെയിൻസ് നമുക്ക് കാണാൻ പറ്റും. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആണ്. നമുക്ക് അതിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ സോഷ്യലി ഉള്ള നിയന്ത്രണങ്ങളുണ്ട്, അല്ലെങ്കിൽ ലീഗലി ഉള്ള നിയന്ത്രണങ്ങളുണ്ട്. അങ്ങനെ പല രീതിയിലാണ് നിയന്ത്രണങ്ങൾ ആളുകളുടെ മേലെ ഏർപ്പെടാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വിതൗട്ട് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് വളരെ ഒരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷനിലൊക്കെ ആയിരിക്കും കാര്യങ്ങൾ പോവുക. അപ്പോൾ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിന് ഫ്രീഡത്തിനൊപ്പം തന്നെ എന്ത് വേണം? ചില നിയന്ത്രണങ്ങളും ആവശ്യമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൽ എവരി ടോപ്പിക്സുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ബൈ.